അയ്യാ ഗുരു അനുസ്മരണ സമ്മേളനം തൃശൂർ താലൂക്ക് NSS കരയോഗ മന്ദിരത്തിൽ നടന്നു. സാഹിത്യകാരൻ ആറ്റൂർ സന്തോഷ് കുമാർ സ്വാഗതം പറഞ്ഞു. എഴുത്തുകാരൻ ശശി കളരിയേൽ അധ്യക്ഷത വഹിച്ചു. കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യത്തിൽ അഗ്രഗണ്യനായ യോഗാചാര്യനായ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ തുടങ്ങിയ ആചാര്യന്മാരുടെ ആചാര്യനായ അയ്യാ ഗുരുവിനെ കേരളത്തിലെ വേണ്ട രീതിയിൽ പ്രചാരം ലഭിച്ചിട്ടില്ല. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ സമാധി മണ്ഡപമുണ്ട്, അതിലുപരി പല പരിപാടികളുണ്ട്. പക്ഷെ തൃശ്ശൂരിലോ അതുപോലുള്ള വടക്കൻ കേരളത്തിലോ അദ്ദേഹത്തിനെ അറിയുന്നവർ വളരെ ചുരുക്കം വരെയുണ്ട്. തിരുവനന്തപുരം അയ്യാ മിഷൻ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ G. രവികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അയ്യാസ്വാമിയുടെ സിദ്ധാന്തം സാധാരണ മനുഷ്യനായി ജനിച്ചു വളരുന്നതോടൊപ്പം താൻ ആരാണ്, തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ദിവ്യശക്തിയെ മനസ്സിലാക്കി കൊടുക്കാൻ, അതിനെ ഊട്ടി വളർത്താൻ, അത് ഈശ്വരൻ്റെ അംശമാണെന്ന് സംശയലേശമെന്ന് ഒരുവന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒക്കെയുള്ള ഒരു പദ്ധതിയാണ് അയാൾ ഉപദേശിച്ചത്. ഇത് അദ്ദേഹത്തിൻ്റെ സ്വയം കണ്ടുപിടുത്തമല്ല. ഇത് സനാതനമായിട്ട് ആദ്യകാലം തൊട്ടേ ഭാരതത്തിൽ നിലനിന്ന് പോരുന്ന ഒരു ആധ്യാത്മിക ചിന്താ പദ്ധതിയാണ്. കേരളത്തിന്റെ നവോത്ഥാന നായകരിൽ പ്രഥമ സ്ഥാനം അയ്യാ ഗുരുവിനാണെന്ന കാര്യം പലർക്കും അറിയില്ലെന്നും ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളിയും അയ്യാ ഗുരുവിന്റെ ശിഷ്യന്മാരായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. മാതാജി ഉഷാ ജ്യോതിപ്രിയാനന്ദ സരസ്വതി, കൗൺസിലർ വിൻഷി അരുൺകുമാർ, ആധ്യാത്മികാചാര്യൻ മുരളിസ്വാമി, സാംസ്കാരിക പ്രവർത്തകൻ കരീം പന്നിത്തടം, പ്രഭാഷകയും അധ്യാപികയുമായ ഡോക്ടർ C. ശാന്ത, K. ദിനേശ് രാജ, തമിഴ് ചലച്ചിത്ര സംവിധായകൻ വെട്രിമാരന്റെ മാതാവും നോവലിസ്റ്റുമായ മേഖല ചിത്രവേൽ, ആനന്ദപ്രസാദ്, ഹിന്ദു ഇക്കണോമിക് ഫോറം സംസ്ഥാന ജനറൽ സെക്രട്ടറി K. പ്രഭാത്, ഹിപ്നോതെറാപ്പിസ്റ്റ് അഡ്വക്കേറ്റ് ഷാൻലി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. കോർഡിനേറ്റർ ദിനേഷ് കുമാർ തോട്ടപ്പള്ളി നന്ദി പറഞ്ഞു. ജോബി ഫ്രാൻസിസ് അവതാരകനായിരുന്നു. സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിലും മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. ചങ്ങമ്പുഴയുടെ വാഴക്കുല കവിതയുടെ ദൃശ്യാവിഷ്കാരം ഗീത മേലേടത്ത് അവതരിപ്പിച്ചു. തുടർന്ന് പ്രേംനസീർ കലാ സാംസ്കാരിക സമിതി, ശ്രീനാഥം തൃശൂർ എന്നിവരുടെ ഗാനമേളയും ഉണ്ടായിരുന്നു. ATK ന്യൂസ്, തൃശൂർ.